അത്രയും വികാരപരമായിട്ടുള്ള നിമിഷങ്ങൾ. അതാണ് സാർ അത്രയും എന്താ പറയുക ഇമോഷനായി പോയത്. വല്ലാത്തൊരവസ്ഥയിലാണ് സാറുള്ളത്. സാറിൻ്റെ അച്ഛൻ ഇപ്പം കൂടുതലതാ അപ്പം വീട്ടിൽ നിന്ന് വിളിച്ചതില്ലേ, വീട്ടിൽ നിന്ന് വിളിച്ച് പറഞ്ഞതെന്ന് പറഞ്ഞാൽ സാറിൻ്റെ അച്ഛൻ ഹോസ്പിറ്റലൈസ്ഡാണ് അവിടെ. അപ്പോൾ ലൈവായിട്ട് എന്തോ സംഭവം കണ്ടു. അപ്പോൾ ഉണ്ണിസാറിന് എന്താ പറ്റിയെന്ന് ചോദിച്ചിട്ടാണ് വിളിച്ചത്. വേറെ അത്രയും നമുക്ക് സ്കൂളിനോടും ഈ പ്രദേശത്തിനോടും ഈ ജനങ്ങളോടും അത്രയും കമ്മിറ്റ്മെൻ്റ് ഉള്ളൊരു. എൻ്റെ പേര് മനോജ്, ഇത് അനീഷ് സാറ്. ഞാൻ 2022 പ്രളയം കഴിഞ്ഞിട്ടുള്ള ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നല്ലോ, അധ്യാപകർക്ക് നിയമനം കൊടുക്കുന്നില്ലെന്ന് പറഞ്ഞില്ലേ. ആ പ്രളയം കഴിഞ്ഞതിന് ശേഷം എൻ്റെ ആദ്യത്തെ അപ്പോയിൻമെൻ്റ് ഇവിടെയാണ്. മാർച്ച് 3-ാം തീയതിയാണ്. മാർച്ചല്ല, ജാനുവരി 3-ാം തീയതിയാണ് ഞാൻ സർവീസ്. 2022 ജാനുവരി 3-ാം തീയതി കയറുന്ന. അന്ന് മുതൽ ഞങ്ങളുടെ ജീവിതം അതിൻ്റെ അകത്താണ്. ഇവിടുന്ന് ഞാൻ ഒരു 8 മണിയാകുമ്പോൾ ഞങ്ങൾ ഇറങ്ങും സ്കൂളിലോട്ട്. 8 മണിക്ക് ഇറങ്ങും. സാറ് ചോദിക്കും നീ എന്തിനാ ഇത്രയും നേരത്തെ പോകുന്നത് ചോദിക്കും ഉണ്ണിസാറിൻ്റെ അടുത്ത്. കാരണം നമ്മുടെ പഠനവും നമ്മുടെ കുഞ്ഞുങ്ങളൊന്നും ആവരെന്ന് ഓർത്തിട്ട് എല്ലാവരും പഠനം ഒട്ടും പോകരുത്. അതിനൊരു നിർബന്ധം വാശിക്കാരൻ. എൻ്റെ അമ്മ എന്നോട് എപ്പോഴും പറയും നീ ആവശ്യമില്ലാതെ നിൻ്റെ കാര്യം നീ നോക്കിയാൽ മതി, നീ അങ്ങനെ കുട്ടികളെ ഓവറായിട്ട് പഠിപ്പിക്കുകയൊന്നും വേണ്ട. എൻ്റെ ഒച്ച പോയിരിക്കുന്നത് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് പോയതാണ്. ഇതല്ലെങ്കിൽ ഈ വെള്ളാറമ്മലക്കാരൊന്നും എൻ്റെ ശബ്ദം കേട്ടിട്ടില്ല. അപ്പം എന്നോട് അമ്മ പറയും നീ നിൻ്റെ കാര്യം നോക്കിയാൽ മതി, ആരോഗ്യം നോക്കി പഠിപ്പിക്കണം. 8 മണിക്ക് ഞങ്ങളിതിനകത്ത് കയറിയിട്ട് രാത്രി 9 മണി വരെ ഞങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. 8 മണിക്ക് കയറി 9 മണി. IT പരീക്ഷ നടക്കുമ്പോൾ ഞങ്ങൾ ആ ഹോളിൽ ഇരുന്നിട്ട് 9 മണി വരെ ഞങ്ങൾ പഠിപ്പിച്ചു. രാത്രി 9 മണി. ഒരു ബാച്ചിന് 4 മണിക്ക് ശേഷം വിളിക്കും. 6 മണി 7 മണി വരെ ഒരു ബാച്ചിന് വിളിക്കും. പെൺകുട്ടികളെ വിളിക്കും. പെൺകുട്ടികളെ അവർ പാരൻസ് വന്ന് കൊണ്ടുപോകും. പിന്നെ 6 മണിക്ക് 7 മണിക്ക് ശേഷം ആകുമ്പോഴത്തേക്ക് ആൺകുട്ടികൾ വരും. അവർ 9 മണി വരെ ഇരിക്കും. അതിന് സാറ് കുളിക്കാൻ വരുമ്പോൾ ഞാൻ അവിടെ ചെല്ലും. അങ്ങനെ ഞങ്ങൾ വന്ന ക്ലാസ് എടുത്തുകൊണ്ടിരുന്നു. ചായയൊക്കെ തിളപ്പിച്ച് ഞങ്ങൾ കുഞ്ഞുങ്ങൾക്ക് കൊണ്ടു കൊടുത്തിട്ടുണ്ട് പഠിപ്പിക്കാൻ. അങ്ങനെ പഠിപ്പിച്ച സ്കൂൾ. അതായത് ഞങ്ങളുടെ എല്ലാവർക്കും അറിയാം, നാട്ടുകാർക്ക് എല്ലാവരും അറിയാം. അവിടെ ഞങ്ങൾ 497 കുട്ടികളുണ്ട് ഞങ്ങളുടെ സ്കൂളിൽ. 497 കുട്ടികളുള്ള സ്കൂളാണ്. ഹൈസ്കൂളിലും LP-യിലും UP-യിലും എത്രയും കുട്ടികളുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്താ പറയുക, ഒരു അക്ഷരോത്സവം എന്ന് പറഞ്ഞൊരു പരിപാടി ഞങ്ങളിപ്പോൾ തുടങ്ങിയതാണ്. അതിൻ്റെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന 10 കടലാസുകൾ ഇപ്പോൾ അതിനകത്ത് അങ്ങനെ തന്നെ ഇരിക്കുക. ഞങ്ങൾ ഈ ലാസ്റ്റ് ദിവസം സാറ് നമുക്ക് കുട്ടികളെ പഠിപ്പിക്കാനുള്ള പേപ്പർ കൊണ്ടുവന്നിട്ട് ആ പേപ്പർ മേടിച്ച് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പക്ഷേ അത് ഇനി എന്ത് ചെയ്യാൻ, അതൊക്കെ കളയുക, അല്ലാണ്ട് വേറെ എന്ത് ചെയ്യുക. കുഞ്ഞുങ്ങളെല്ലാവരും പാനിക്കാണ്, പേടിച്ചിരിക്കുക കുഞ്ഞുങ്ങൾ. അവർ പറയുന്നത് നിങ്ങൾ ഒരു കുട്ടീനെ ഇന്നലെ ഇങ്ങോട്ട് പോരാൻ നേരത്ത് പറഞ്ഞു ഇപ്പം നമുക്ക് അങ്ങോട്ട് പോകണ്ട, അവിടെ ഭയങ്കര ഭീകരതയാണ്, പോകണ്ടെന്നാണ് പറയുന്നത്. അത്രയും മാനസികാവസ്ഥയാണ്. 8 മണിക്ക് ഇറങ്ങി ചെന്ന് 8 മണിക്ക് 7:30 ഞങ്ങൾ ക്ലാസ് തുടങ്ങും. SSLC ക്യാമ്പ് 7 മണിക്ക് തുടങ്ങും. ഇവിടെ ഞങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി ഭക്ഷണം ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കും. 2 പാരൻസിന് ഒരു ദിവസം ഞങ്ങൾ ഏർപ്പെടുത്തും. ആ പാരൻസാണ് കുട്ടികൾക്കുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നത്. SSLC കുട്ടികൾക്കുള്ള ഭക്ഷണം അവരുണ്ടാക്കും. ആ മുഴുവൻ കൊണ്ട് 72 കുട്ടികൾക്ക് വരെയുള്ള ഭക്ഷണങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കി ഇവിടെ വെക്കും. ആ പാരൻസ് അവർക്കും കൊടുക്കും. ടീച്ചേഴ്സിന് എല്ലാവർക്കുള്ള ഭക്ഷണം സൗഹൃദത്തോട് എത്രയോ എന്ത് സ്നേഹവും സൗഹൃദമുള്ള സ്കൂളായിരുന്നു അറിയാമോ. ഇങ്ങനെയൊരു സ്കൂളുണ്ടെന്ന് ഈ കേരളത്തിൽ ഇങ്ങനെയൊരു സ്കൂൾ ഞങ്ങൾ പലയിടത്ത് ക്ലസ്റ്ററിനൊക്കെ പോകുമ്പോൾ പറയുമ്പോൾ അവർ ഇങ്ങനൊരു സ്കൂൾ നിങ്ങൾ നോണ പറയാമെന്ന് പറയും. അത്രയ്ക്ക് സൗഹൃദവും ആൾക്കാരുമായിട്ടുള്ള ബന്ധവും ടീച്ചേഴ്സ്മാർക്ക് ഇടയ്ക്ക് വൈകുന്നേരങ്ങളിൽ ഞങ്ങളുടെ പഠനത്തിന് ശേഷം പഠിപ്പിക്കലിന് ശേഷം ഒരു അധ്യാപകർ കൂട്ടുകൂട്ടിയിരുന്ന് പാട്ടും സൗഹൃദങ്ങളും പങ്കുവയ്ക്കുന്ന ഒരു സ്കൂൾ കാണിച്ചു തരാൻ നിങ്ങൾക്ക് പറ്റുമോ? യാഥാവിളമല സ്കൂള് അത്ര ബന്ധങ്ങളുള്ള സ്കൂളാണ്. അത്രമാത്രം സൗഹൃദങ്ങൾ ഓരോരുത്തരും തമ്മിൽ. പാരൻസുമായിട്ട് ഞങ്ങൾ ഇവിടെ കടയിലിറങ്ങി ചായ കുടിക്കാൻ ചെല്ലുമ്പോൾ ഇത്രയാണ്. ഞങ്ങളൊരു കടയിൽ നിന്ന് ചായ കുടിച്ചിട്ട് ഇറങ്ങുമ്പോൾ കാശ് കൊടുത്തിരിക്കും. അതാരെങ്കിലും കൊടുക്കും. നിങ്ങൾ സാറിൻ്റെ പൈസ തന്നിട്ടുണ്ട് കേട്ടോ, അതാരും സാറ് കൊടുക്കണ്ട കേട്ടോ എന്ന് പറയും. ഒരു ചേട്ടനൊക്കെ ഞങ്ങൾക്ക് സ്ഥിരം കാണുന്ന ചേട്ടൻ അയാൾ കാണുമ്പോൾ ഞങ്ങൾ ഒളിച്ചോടി കിടക്കേണ്ട അവസ്ഥയായി അവസാനം. അങ്ങനെ അല്ലാത്ത അവസ്ഥയാണ്. മാനസികാവസ്ഥ അല്ലാത്ത മാനസികാവസ്ഥയാണ്. അവിടെ ഒരു ചേട്ടൻ ഞങ്ങൾക്ക് രാവിലെ വിളിക്കും. ഇവിടെ ഇല്ലേ സാറേ, ഇതിലെ പോകുന്ന കുഞ്ഞുങ്ങൾ രാവിലെ ഞങ്ങൾ പോകുന്ന കുഞ്ഞുങ്ങൾ സാറേ എന്താ വിശേഷം എന്ന് ചോദിച്ചിട്ടേ പോകും. ഞങ്ങളിവിടെ ഈ റൂം തുറന്നിറക്കണം കണ്ട ഉണ്ണി സാറ് 18 കൊല്ലം സാറ് ഇവിടെ ജോലി ചെയ്യുന്ന സാറാണ്. 18 കൊല്ലമായിട്ട് ഈ റൂം തുറന്നിറക്കണം കണ്ട അപ്പോൾ ആൾക്കാർ ഇവിടെ ഭക്ഷണവുമായിട്ട് കയറി വരും. സാറ് ഇവിടെ ഉണ്ട്, സാറിനുള്ള ഭക്ഷണവുമായിട്ട് ഇപ്പോഴും അങ്ങക്ക് ഭക്ഷണങ്ങൾ കൊണ്ടുതരുന്ന ആൾക്കാരുണ്ട്. ഞങ്ങളിവിടെ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലത്തെ പൊതിക്കകത്ത് ഭക്ഷണവുമായിട്ട് ഇവിടെ വരും, പാത്രമായിട്ട്. സാറേ റൂം തുറന്ന് ചിലപ്പോൾ വിളിച്ച് ഞങ്ങളോട് പറയും സാറേ റൂം തുറന്ന് ഭക്ഷണം അവിടെ വെച്ചിട്ടുണ്ട്, കഴിച്ചോളാൻ പറയും. അങ്ങനെ ഒരു ബന്ധങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് അറിയിക്കാൻ പറ്റില്ല എന്താണെന്നുള്ളത്. അങ്ങനെ ഒരു സൗഹൃദം നിലനിൽക്കുന്നോ അല്ലെങ്കിൽ ഒരു പാരൻറ്റുമായിട്ട് ഇങ്ങനെ കമ്മിറ്റഡ് ആയിട്ടുള്ള കുറേ അധ്യാപകർ ഇവിടെ ഉണ്ട്.
ഞങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് അതാണ്. ഈ വെള്ളാർമല സ്കൂള് പോകുമ്പോൾ ഞങ്ങൾക്ക് ഈ നാടും നാട്ടുകാരും ഞങ്ങളുടെ കുഞ്ഞുങ്ങളും എന്താ പറയുക, എൻ്റെ നാട്ടിൽ പോലും എനിക്ക് ഇത്രയും ബന്ധങ്ങളില്ല. അത്രയും ഞങ്ങൾ എന്താ പറയുക, ഞങ്ങൾക്ക് മൊത്തമുള്ള 497 കുട്ടികളാണ്. അതിനകത്ത് 20 കുട്ടികൾ ഡെത്തായിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. 12 കുട്ടികൾ മിസ്സിംഗ് ആണ്. ബാക്കി 300 അത് നമുക്ക് ഞങ്ങളെല്ലാ സാറുമാർ ജീവിക്കുന്ന എല്ലാ സാറുമാരും ഇങ്ങനെ ഞങ്ങളോട് ഒരു 9:30 ആയപ്പോൾ, രാത്രി 9:30 ആയപ്പോൾ വിളിച്ചിട്ട് പറയാണ്, സാറേ ഓടി വരണം. ഞങ്ങളുടെ ടീച്ചറിൻ്റെ അനിയത്തി തന്നെയാണ് അവിടെ നേഴ്സ്. സാറേ ഓടി വരും, ഒരു 3 ബോഡി വന്നിട്ടുണ്ട്, ഐഡൻറ്റിഫൈ ചെയ്യണമെന്ന് പറഞ്ഞു. ഞങ്ങളെല്ലാം ഇങ്ങനെ നിൽക്കുകയാണ്. ഇങ്ങനെ വെള്ള പൊതിച്ചിട്ടുള്ള ശരീരങ്ങളുടെ നടുക്ക് ഞങ്ങൾ നിൽക്കേണ്ടി വരുന്നു. ഞങ്ങളുടെ ആ കുട്ടീനെ ഞങ്ങൾ തന്നെ കണ്ടുപിടിക്കണം. ആരുമില്ല ആ ഫാമിലി എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഒന്ന് സാറേ ഒന്ന് വരൂ, ആ കുട്ടിയാണെന്നൊന്ന് ഉറപ്പ് വരുത്തുന്നൊക്കെ പറയുമ്പോൾ 3-4 ബോഡികൾ ഞങ്ങൾ കണ്ടുപിടിക്കാതെ പറ്റില്ല. 10 പഠിക്കുന്ന ഒരു കുട്ടിയുടെ ബോഡി ഞങ്ങളുടെ മുന്നിൽ, 2 കുട്ടികളുടെ ബോഡി ഞങ്ങളുടെ മുന്നിലുണ്ട്. ഞങ്ങളൊക്കെ ഈ 8 മണി മുതൽ ഞങ്ങൾ ക്ലാസ് എടുക്കുന്നത് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ആ കുഞ്ഞുങ്ങളാണ് ഞങ്ങളുടെ കൈ മിസ്സായിരിക്കുന്നത്. എന്നാൽ 5 കുട്ടികൾ ഒരു ക്ലാസ്സിൽ, ഒരു കുട്ടി ബി 5 കുട്ടികൾ ഒരു ക്ലാസ്സിൽ 2 ക്ലാസ് ഡിവിഷനുണ്ട്. അതിലൊരു ഡിവിഷനിൽ 5, ഒരു ഡിവിഷനിൽ ഒരു കുട്ടി ഞങ്ങൾക്ക് മിസ്സാണ്. ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോയി. നമ്മൾ ഇത്രയും ദിവസം ഇവിടെ കിടന്ന് അധ്വാനിച്ചത് ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടില്ല. കഴിഞ്ഞെല്ലാം പഠിപ്പിച്ചു വിട്ട ഒരു കുട്ടിയുടെ ബോഡിക്ക് നമ്മളെ കാവിൽ നിൽക്കേണ്ട ഗതികേടായി. അങ്ങനെയൊക്കെ വരികയാണ് ഓരോന്നും. ഒരു കുട്ടീനെ അവൻ്റെ ആ 10 പഠിക്കുന്ന കുട്ടിയുടെ അച്ഛനും അമ്മയായിട്ട് ഞങ്ങൾക്ക് അടുത്ത ബന്ധം. സാറേ ഒരു ഭക്ഷണം ഉണ്ടാക്കിയാൽ ഓടി വരണം, കഴിക്കണം, എൻ്റെ വീട്ടിൽ നിന്ന് കഴിച്ചാൽ മതി സാറേ എന്ന് പറയുന്ന ആ കുട്ടിയുടെ അച്ഛൻ അമ്മ മിസ്സായി, ആ കുട്ടി മിസ്സായി. അവൻ്റെ പെങ്ങളെ രാവിലെ എൻ്റെ കൊണ്ടുതരും, നോക്കണേ സാറേ എന്ന് വന്നിട്ട് സ്റ്റാഫ് റൂമിൽ ഞങ്ങൾ നിർത്തും. പഠനത്തിലുപരി സാറേ കോ കരിക്കുലർ ആക്ടിവിറ്റീസ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ കായികമേളയിലായാലും കലാമേളയിലായാലും ഞങ്ങളൊക്കെ തന്നെ ഉണ്ണിസാറിൻ്റെ കീഴിൽ, ആലപ്പുഴക്കാരനാണ്, വഞ്ചിപ്പാട്ടിൻ്റെ നാടാണ് മാത്രമാണ് ഞങ്ങൾ ഈ സ്കൂളിൽ നിൽക്കുന്നത്. ഞങ്ങളെന്നല്ല, ഈ ഞങ്ങളൊക്കെ എല്ലാവരും. ഉണ്ണിസാറില്ലേ ഞങ്ങളില്ല. തീർച്ചയായും അങ്ങനെ ഒരു സ്കൂള് ഇത് നിങ്ങൾ അന്ന് ട്രാൻസ്ഫർ കൊടുത്ത് പോയിരുന്ന ആൾക്കാർ ഉണ്ണിസാർ ഒറ്റ ഒരാൾ കാരണം ഞങ്ങൾ ഇവിടെ അല്ലെങ്കിലും ഈ ഇതുപോലെ മലയോര മേഖലയിലേക്കൊക്കെ വരുന്ന അധ്യാപകർ പരമാവധി വേഗത്തിൽ രക്ഷപ്പെടാനാണ് നോക്കുക. പക്ഷേ നിങ്ങൾ ഇവിടെ വന്നിട്ട് ഞാനിവിടെ സ്കൂൾ കണ്ടിട്ട് ഈ സ്കൂളിൽ ഞാൻ അർഹതപ്പെട്ട ഒരാളുടെ കാല് തൊട്ട് വന്നിച്ച ഈ സ്കൂളിൽ ആദ്യമായി ജോലിക്ക് കയറുന്നത് എൻ്റെ അധ്യാപകരാണ് പറഞ്ഞുവിട്ടിരുന്നു. അവിടെ ചെന്ന് നിങ്ങളുടെ പ്രഥമ അധ്യാപകൻ്റെ കാല് തൊട്ട് വന്നിച്ചിട്ടേ ക്ലാസ്സിൽ കയറാവുള്ളൂ. അവരുമേ ജരാൻ സാറായിരുന്നു, ജരാൻ സാർ ഇല്ല, അപ്പോൾ ഉണ്ണിസാറേ ഉള്ളൂ. ഉണ്ണിസാറിൻ്റെ കാല് തൊട്ട് അനുഗ്രഹം വാങ്ങിയിട്ടാണ് ഞാൻ ഈ സ്കൂളിലോട്ട് കയറുന്നത്. പിന്നെ ജരാൻ സാർ വന്നു, ജരാൻ സാറിൻ്റെ കാലൊക്കെ തൊട്ട് അനുഗ്രഹം വാങ്ങി ഞങ്ങൾ കയറുന്നത്. പക്ഷേ ഇവിടെ കയറി വന്നപ്പോൾ മനുഷ്യൻ, അയാൾ ഒരു കലാകാരനാണ്. അയാളെ കണ്ടപ്പോഴാണ് ഞങ്ങൾക്കും മനസ്സ് നിറഞ്ഞത്. ഇങ്ങേർക്ക് വേണ്ടി മാത്രമാണ് അയാൾ മുന്നിൽ നിന്ന് നയിക്കും ആ വ്യക്തി. ഞങ്ങൾ പുറകെ നിന്നുകൊണ്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ വിദ്യാരംഗത്തിൻ്റെ കോർഡിനേറ്റർ സാറിനറിയാം. വിദ്യാരംഗത്തിൻ്റെ ഒരു പരിപാടി ഞങ്ങളിവിടെ നടത്തിയത്, ജില്ലാ പരിപാടി ഞങ്ങൾ ഇത്രയും മനോഹരമായിട്ട് നടത്തിയതാണ്, ഇത്ര ഭംഗിയായിട്ട്. അതിൻ്റെ ചുക്കാൻ പിടിച്ചത് സാറാണ്. പക്ഷെ എല്ലാം കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് മാറ്റി വയ്ക്കുന്ന PF, ആ PF-നകത്തുനിന്ന് ഫണ്ട് പിൻവലിച്ചിട്ട് സ്കൂളിലേക്ക് വേണ്ടുന്ന കോ കരിക്കുലറിന് വേണ്ടുന്ന എല്ലാ സംഭവങ്ങളും ഫണ്ട് എടുത്തിട്ട് നാടകം നടത്തിയ വ്യക്തിയാണായിരിക്കുന്നത്. സംസ്ഥാന കലോത്സവത്തിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കിട്ടില്ല. അത്രയും ഒരു സ്കൂളിന് വേണ്ടി തുടർച്ചയായിട്ട് കുറേ വർഷങ്ങളായിട്ട് വഞ്ചിപ്പാട്ടിൽ A ഗ്രേഡ് നേടുന്നുണ്ട് ഇവിടെ നിന്നുള്ള കുട്ടികൾ. ആ കുട്ടികൾ വയനാട്ടിലുള്ള കുട്ടികളെ വഞ്ചിപ്പാട്ട് പഠിപ്പിച്ചു. വഞ്ചിപ്പാട്ട് അദ്ദേഹം ആലപ്പുഴക്കാരനാണ്. സംസ്ഥാന കലോത്സവത്തിന് കഴിഞ്ഞ വർഷം ഞങ്ങൾ സ്റ്റേറ്റിൽ മത്സരിച്ച ആൾക്കാരാണ്. ഞങ്ങൾ എത്രയോ വർഷങ്ങൾ ഞങ്ങൾ മത്സരിച്ചു. കുട്ടികൾക്കൊക്കെ കിട്ടുന്ന ആ ഒരു ഗ്രേസ് മാർക്ക്, അതൊക്കെ കാണുമ്പം രക്ഷിതാക്കൾക്കും മാത്രമല്ല ജനങ്ങൾക്കും നമ്മൾക്കും അഭിമാനമല്ലേ. സാർ എത്ര വർഷങ്ങളായിട്ട് പഠിപ്പിക്കുന്നതാ?